ഈ കന്യാകുമാരി ഈ നാഗർകോവിലേക്ക് പോകുന്ന ട്രെയിനിൽ വെച്ച് ഈ പെൺകുട്ടിയെ കണ്ട് ഈ ചിത്രം ആദ്യമായി പകർത്തിയ ബബിത നമുക്കൊപ്പം ചേരുകയാണ്. 24-ലെ ലൈവ് സംപ്രേഷണം കണ്ടിട്ടാണ് സംശയം തോന്നിയ ബബിത ഈ ചിത്രം പകർത്തിയ. ബബിത, ഗുഡ് മോർണിംഗ്. ബബിത, ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ ബബിത ശ്രദ്ധിക്കാൻ കാരണമായത്? കുട്ടി കരയുന്നുണ്ടായിരുന്നു, അതുപോലെ ബാഗിലൊക്കെ പൊടി, അതുകൊണ്ടൊക്കെയാണ് ഒന്ന് ശ്രദ്ധിച്ചത്. പിന്നെ നേരെ ഫ്രണ്ടിലാണ് ഇരുന്നത്. ബബിത എങ്ങോട്ടാ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ? ഞാൻ വീട്ടിൽ നെയ്യാറ്റിൻകരയിലോട്ട്. ബബിത നെയ്യാറ്റിൻകര ഇറങ്ങി അല്ലേ? ആ, ഇറങ്ങി. മറ്റുള്ള സഹയാത്രക്കാർ അവരോടെങ്ങാനും പറഞ്ഞോ ഈ കുട്ടിയെ ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണം? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. ഇല്ല, ഞാൻ ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഈ കുട്ടിയെ കണ്ടിട്ട്. അപ്പൊ നമ്മള് ഈ ചിത്രം ബബിത പിന്നെ എന്താ ചെയ്തത് എടുത്തു കഴിഞ്ഞിട്ട്? ഞാൻ എന്റെ ഫോണിൽ കിടക്കായിരുന്നു. അപ്പൊ രാത്രി എഴുന്നേറ്റപ്പോ 3 മണിയൊക്കെ ആയപ്പോ മഴയൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ ന്യൂസ് കയറാൻ നോക്കിയപ്പോ ന്യൂസിന് ലൈവിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു ബന്ധപ്പെടാൻ വേണ്ടി. അപ്പൊ നോക്കിയപ്പോ ആ കുട്ടിയാണ്, എന്റെ ഫോണിൽ ആ കുട്ടിയാണ്. ഫോട്ടോ കമ്പയർ നോക്കിയപ്പോ ഒന്നാണെന്ന് തോന്നി. പിന്നെ കൺഫേം ചെയ്തു. അങ്ങനെയാണ് പോലീസിനെ അറിയിച്ചത്. ഓക്കെ, ഇപ്പൊ ബബിത എവിടെയാ ഉള്ളത്? ഞാൻ സ്റ്റേഷനിൽ നിൽക്കുകയാണ്, റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി. ഏത് റെയിൽവേ സ്റ്റേഷനിലെ? നെയ്യാറ്റിൻകര. ഓക്കെ, ആ കുട്ടി ഇനി കണ്ടാല് ബബിതയ്ക്ക് അറിയാൻ പറ്റൂല, കുറെ നേരം ഒന്നിച്ച് യാത്ര ചെയ്തതല്ലേ അല്ലേ? ആ, കണ്ടറിയാനി. ഓക്കെ, അപ്പോൾ ബബിത അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക, പോലീസിനെ സഹായിക്കുക. കാര്യം ഈ കുട്ടിയെ കണ്ട് 10-22 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു ബബിത. ഈ ബബിതയാണ് ഈ ചിത്രം സ്ഥിരീകരിച്ചതും ഇവരുടെ ചിത്രം ആദ്യമായിട്ട് എടുത്തതും ആ ചിത്രം പോലീസിന് കൈമാറുകയും ഒക്കെ ചെയ്ത ഈ ചിത്രമാണ് ഇന്ന് വെളുപ്പിന് 24 വഴി കണ്ട പിതാവ് സ്ഥിരീകരിച്ചത് എൻ്റെ മകൾ തന്നെയാണ് എന്ന് പറഞ്ഞത്.